ഹായ്. അപ്പോഴേ നമുക്കിന്ന് പല്ലിയും ഈച്ചയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് നമുക്ക് തുടച്ച് നീക്കാനായിട്ടുള്ള ടിപ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ലൈസോള്, അതേപോലെ പരലുപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി, ഇത് മൂന്നും മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പരലുപ്പാണ്. അപ്പോൾ പരലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അണുക്കളയൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഏറ്റവും നല്ലത് അതാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ലൈസോളാണ്. ഈ 3 സാധനം മാത്രം മതി ഉണ്ടോ. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ അളവിൽ ലൈസോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 3 കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത്, പല്ലി വരുന്ന ഭാഗത്തും പാറ്റ വരുന്ന ഭാഗത്ത്, ഈച്ച വരുന്ന ഭാഗത്ത് എല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എന്നിട്ട് നമ്മുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ചോ കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇതൊക്കെ ഒന്ന് ചെറിയ പീസാക്കിയതിന് ശേഷം ഈ വെള്ളത്തിനകത്ത് ഒന്ന് മുക്കുക കേട്ടോ. അതിന് ശേഷം ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തോ അതല്ലെങ്കിൽ പല്ലിയും പാറ്റയൊക്കെ എവിടെയൊക്കെ ആണ് വരുന്നത്, അതുപോലെ കബോർഡിനകത്തൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കാണണം. അതേപോലെ തന്നെ നമുക്ക് വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഇത്. നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പം ഞാനൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് സിങ്കിൽ, വാഷ് ബേസിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സിങ്കിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെൽ, അതുപോലെ തന്നെ പാറ്റ, പല്ലി അതൊക്കെ ഇല്ലാതാകും. ചെറിയ ചെറിയ ഉറുമ്പുകൾ അതൊന്നും അതിനകത്തൂടെ വരത്തില്ല കേട്ടോ. അതേപോലെ വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആവശ്യമുള്ളവർ കാണണേ.